ദീപക, ഈ ദൃശ്യങ്ങളിൽ നിന്ന് കറുത്ത പുകയും ഒപ്പം തന്നെ തീയും പടരുന്നത് കാണാം. ആ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ, അതിൻ്റെ സ്ഥാനചലനം ഉണ്ടായിരിക്കുന്ന ആ പൊട്ടിത്തെറിയുടെ സൂചന, അല്ലെങ്കിൽ അവിടെ കാര്യമായി അതിന് സ്ഥാനചലനം സംഭവിക്കാൻ മറ്റൊരു മാർഗവുമില്ല. ആ സൂചനകളെല്ലാം ഈ ദൃശ്യങ്ങളിലുണ്ട്. അത്രത്തോളം വ്യക്തവുമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം 24 പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങളിലും. ഈ കപ്പലിനടുത്തേക്ക് നമ്മുടെ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക്, കപ്പലുകൾക്ക്, സേനാംഗങ്ങൾക്ക്, കോസ്റ്റ് ഗാർഡിനോ നാവികസേനയുടെ ഒരു ഓപ്പറേഷൻ ആക്ഷനിലേക്ക് കടക്കാൻ സാധ്യമായിട്ടുണ്ടോ? ഓപ്പറേഷൻ ആക്ഷനിലേക്ക് കടന്നു എന്നുള്ളതാണ് നമുക്കുള്ള വിവരം. 4 കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും അതുപോലെ ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പലും കൃത്യമായി ഫയർ ഫൈറ്റിങ്ങിലേക്ക്, അതായത് കമ്പൈൻഡ് ഫയർ ഫൈറ്റിങ്ങിലേക്ക് കടന്നു. അത്തരം ദൃശ്യങ്ങൾ ഈ വേളയിൽ പുറത്തുവിടില്ല, ആർക്കും നൽകില്ല. കാരണം എന്തെന്നാൽ ഏതൊക്കെ കപ്പലുകളാണ്, ആ കപ്പലുകളുടെ രീതി, കാരണം ഈ നേവൽ കപ്പലുകൾക്കുള്ള ഒരു പ്രത്യേകത, അതിനെല്ലാം തന്നെ രഹസ്യ സ്വഭാവമുണ്ട്. കാരണം ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നമുക്ക് ആദ്യം തന്നെ അവിടെ എത്തിയ നേവൽ കപ്പൽ കാർവാർ മുതൽ ഇങ്ങോട്ട് വേ ഓഫ് ബംഗാളിൻ്റെയും അറബിക്കടലിൻ്റെയും സംരക്ഷകനാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നേവിയുടെ പടക്കപ്പലുകളെ ആദ്യം തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ്റെ ഇടവേളയിൽ സൈന്യം പകർത്തിയ ഈ ദൃശ്യങ്ങളാണിപ്പോൾ 24 പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങൾ ഈ തീപിടുത്തത്തിൻ്റെ, എക്സ്പ്ലോഷൻ്റെ, പൊട്ടിത്തെറിയുടെ ആഘാതം കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. ഗോകുൽ, ദീപക, ഒപ്പം തന്നെ ഈ തീ ഇങ്ങനെ പടരുന്നത് കൂടുതൽ ആശങ്കയാവുന്നുണ്ട്. കാരണം മുമ്പ് കപ്പൽ അത് മുങ്ങിപ്പോവുകയായിരുന്നു, അതിൻ്റെ ഇന്ധന ചോർച്ച അടക്കമുള്ള സാഹചര്യങ്ങൾ മാത്രമായിരുന്നു ആശങ്കയെങ്കിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു, തീപിടുത്തം ഉണ്ടാകുന്നു, അപകടകരമായ വസ്തുക്കൾ അതിലുണ്ട് എന്നത് കൂടുതൽ ആശങ്കയാകുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വലിയ ശ്രമകരമായ ദൗത്യമായി ഇത് മാറുമെന്ന സൂചനയാണല്ലോ ലഭിക്കുന്നത്. ഗോകുൽ, അങ്ങനെ തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇപ്പോഴും ഒരു കൺട്രോളിംഗ് മെക്കാനിസത്തിലേക്ക് എത്താൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ വെസലിൻ്റെ ഏറ്റവും മുകളിലെ അപ്പർ ഡെക്കിലാണ് തീപിടുത്തമുണ്ടായത്. ഇതിൻ്റെ ലോവർ ഡെക്കിലേക്ക് വന്നാൽ, പുറകുവശത്തേക്ക് വന്നാൽ ഫ്യൂവൽ ടാങ്കാണ്, അതുപോലെ റിസർവ് ടാങ്കാണ്. സ്വാഭാവികമായും അതിലേക്ക് തീയെത്തുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്കരമായ കാര്യമാണ്. മറ്റൊന്ന്, ഈ വെസൽ വളരെ ഹൈ ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ഈ വെസലിന് മുകളിലേക്ക് വെള്ളം ചീറ്റുക, അതേ സമയത്ത് കെമിക്കലുകൾ ചീറ്റാൻ ശ്രമിക്കും. അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇപ്പോഴും സേന പുറത്തുവിട്ടിട്ടില്ല. കാരണം അത് പുറത്തുവിടുകയുമില്ല. ഓപ്പറേഷൻ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത്തരം ഡീറ്റെയിൽ സാധാരണഗതിയിൽ സേന പുറത്തുവിടുകയുള്ളൂ. അപ്പോൾ ഇതിന് മുകളിലേക്ക് വെള്ളം ചീറ്റണം. മറ്റൊന്ന്, ഇത് കപ്പലിൻ്റെ മെറ്റൽ ബോഡിക്ക് താപനില ഉയരുകയാണ്. മാത്രമല്ല കടലിലെ വെള്ളത്തിനും താപനില ഉയരുന്നു. അത്തരം ഘട്ടത്തിൽ ഇതിനെ കൂളാക്കി നിർത്തുക, മറ്റൊരു ബ്ലാസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി കൂളാക്കി നിർത്തുക എന്ന പ്രവർത്തനം കൂടി നടത്തുന്നു. അതാണ് ഈ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ICGSൻ്റെ സമർത്ത് കൂടി ചെല്ലുന്നു. അതുപോലെ തന്നെ INSൻ്റെ സത്ലജ് എന്ന ഹൈടെക് വിമാനം ഉൾപ്പെടെ ഉള്ള, അതായത് ഒരു ഹെലികോപ്റ്റർ കാരിയറാണ് ആ കപ്പൽ കൂടി അവിടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് ഓപ്പറേഷൻ ഏരിയയിലേക്ക് സത്ലജ് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. ഗോകുൽ, ദീപക, സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ആ ദൗത്യം ദുഷ്കരമെന്ന് തോന്നിപ്പിക്കുന്നതാണ്. 1 മണിക്കൂർ മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദൃശ്യം ഇത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പുതിയ ഒരു ദൃശ്യമോ വിവരമോ അവിടെ നിന്ന് വന്നിട്ടില്ല. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ കപ്പലുകൾ, ഡോണിയർ വിമാനങ്ങളൊക്കെ ആ മേഖലയിൽ ഈ സാഹചര്യം നിരീക്ഷിക്കുകയും ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷനിലേക്ക് കടന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത്. മുൻപുണ്ടായ കപ്പൽ മുങ്ങിപ്പോയ അപകടത്തേക്കാൾ കൂടുതൽ ആശങ്കയുളവാക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ദുഷ്കരമാക്കുന്നത് ഈ കപ്പലിലെ തീപിടുത്തവും പൊട്ടിത്തെറിയും തന്നെയാണ്. ഒപ്പം അതിലുള്ള ഈ കണ്ടെയ്നറുകളിലെ അപകടകരമായ വസ്തുക്കൾ, 4 കാറ്റഗറിയിൽപ്പെടുന്ന അപകടകരമായ വസ്തുക്കൾ അതിലുണ്ട്. 100ഓളം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണ് എന്നതുകൂടി ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ വലിയ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമല്ലേ ഈ ഒരു ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ദീപക്, ഗോകുൽ, കരയിൽ നിന്നും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഏറെ ദുഷ്കരമാണ് ഈ പ്രവർത്തനം. 2 കാര്യങ്ങൾ ഇതിൽ ഒരേ സമയത്ത് നടത്തണം. ഒന്ന് രക്ഷാപ്രവർത്തനവും തീ അണക്കലും, മറ്റൊന്ന് ഇതിൻ്റെ ഡാമേജ് കൺട്രോളുണ്ട്. അതിൽ ഈ സമൃദ്ധ പ്രഹർ എന്ന് പറയുന്ന ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുണ്ട്, ICGS സമൃദ്ധ പ്രഹർ. അത് ഒരു POV ആണ്, അതായത് PCV ആണ്, പൊല്യൂഷൻ കൺട്രോൾ വെസലാണ്. ആ കപ്പൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നുള്ള ഓയിൽ മാത്രമല്ല 3 കാറ്റഗറിയിലുള്ള
സാധനങ്ങൾ ഈ കപ്പലിലുണ്ട് എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ. അത് 2 തരത്തിലുള്ള ഈ സ്ഫോടക ദ്രവ്യങ്ങളാണ്. മറ്റൊന്ന് വിഷാംശമുള്ളതാണ്. ഇത് കടലിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ദുരന്തമുണ്ടാകും. അത്തരം ദുരന്തങ്ങളെ തടയാൻ വേണ്ടി ഒരു കപ്പൽ ആ പ്രവർത്തനം മാത്രം ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് പൊല്യൂഷൻ കൺട്രോൾ വെസലാണ് ഈ ICGS സമുദ്ര പ്രഖർ. ഈ സമുദ്ര പ്രഖറിനെ ആ രീതിയിൽ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേ സമയത്താണ് തീയണക്കാൻ വേണ്ടിയുള്ള മറ്റു ദൗത്യവുമായി കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് മെക്കാനിസം, ആ ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. ഗോകുൽ, ദീപക്, ഈ കപ്പലിലുള്ള 4 പേരെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 കപ്പൽ ജീവനക്കാരെയാണ് കണ്ടെത്താനുള്ളത്. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം കരയിൽ ഇവരെ എത്തിച്ചാൽ മംഗലാപുരത്തും ഒപ്പം ബേപ്പൂരിലും അവർക്ക് ആവശ്യമായ ചികിത്സ അടക്കം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മംഗലാപുരത്തേക്കായിരിക്കും കൊണ്ടുപോകാൻ സാധ്യത. ഡൽഹിയിലുള്ള കൺട്രോൾ റൂമിൽ നിന്നാണ് ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ കമാൻഡിൽ നിന്നുള്ള വിവരങ്ങൾ കൺട്രോൾ റൂം അനലൈസ് ചെയ്യും. അതിൽ നിന്നും മാധ്യമങ്ങൾക്ക് നൽകേണ്ടത് മാത്രം അത് കൊച്ചിയിലെ ഡിഫൻസ് PRO അതുൽ പിള്ളയ്ക്ക് നൽകുകയും അദ്ദേഹം നമ്മളെ അറിയിക്കുകയും ചെയ്യും. പക്ഷേ ഈ വിവരങ്ങൾ എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിടാത്തതാണ്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ 24-ന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യം സൈന്യം ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കാരണം ഈ ദുരന്തത്തിൻ്റെ, ഈ പൊട്ടിത്തെറിയുടെ ആഘാതം എത്രമേൽ അധികമാണെന്ന് കാണിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. മറ്റൊരു കാര്യം, ഇതിൽ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ചാർലി 144 എന്ന വെസലാണ്. ആ വെസൽ ഇപ്പോഴും ആ ദൗത്യം നിർവഹിക്കുന്നു. ആ വെസലുള്ളവരുമായി ബന്ധപ്പെടാൻ നമ്മുടെ ഒരു സോഴ്സ് മുഖേന, ടോപ്പ് ലെവൽ സോഴ്സ് മുഖേന സാധിച്ചിരുന്നു. ആ ചാർലി 144 ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഈ കോസ്റ്റ് ഗാർഡും നേവിയും ശ്രമകരമായ ഒരു ദൗത്യം, ഒരുപക്ഷെ അതിർത്തിയിൽ രാജ്യരക്ഷാ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ പിന്നിട്ട മണിക്കൂറിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുക സാധ്യമല്ല. ഗൂഗിൾ, ദീപക്, ഏറ്റവും ഒടുവിൽ അങ്ങോട്ടേക്ക് എത്തുന്ന സത്ലജ് അടക്കമുള്ള INS സത്ലജ് അടക്കമുള്ള ഈ കപ്പലുകളിൽ ചോപ്പറടക്കം ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ഈ നാവികരെ, ജീവനക്കാരെ, കപ്പൽ ജീവനക്കാരെയൊക്കെ വേഗത്തിൽ കരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ആവശ്യമായ ചികിത്സ നൽകാനും സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഗൂഗിൾ, ഇപ്പോൾ തന്നെ അവർക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിനുള്ളിൽ വെച്ച് ഈ 4 പേർക്ക് ഈ കാണാതായ 4 പേരൊഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും പ്രാഥമികമായ ശുശ്രൂഷ നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. സാധാരണഗതിയിൽ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ആയാലും നേവിയുടേതായാലും ഒരു സേനയുടെ കപ്പലിൽ മെഡിക്കൽ എമർജൻസിക്കുള്ള എല്ലാ സംവിധാനവും ഉണ്ടാകും. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമുള്ള കപ്പലുകളിൽ, പ്രത്യേകിച്ചും ഈ അഗ്നിശമന പ്രവർത്തനത്തിനിടയിൽ പരുക്ക് പറ്റുമ്പോൾ അതിൻ്റെ ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള, അതിൻ്റെ അടിയന്തര ചികിത്സ നൽകാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാന പ്രകാരം ഇവർക്കെല്ലാം പ്രാഥമിക ചികിത്സ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാഥമിക ചികിത്സയിൽ അവർ സുരക്ഷിതരായി ഉണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ അവിടെയുള്ള ഓപ്പറേഷൻ ഒരു തലത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഇവരെ എവിടേക്ക് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ തീരുമാനിക്കുക. അതിലിപ്പം സിംഗപ്പൂർ വെസലിൻ്റെ ഏജൻ്റുണ്ട്. ആ ഏജൻറ്റ് മുംബൈയിലാണ്. ഏജൻറ്റിൽ നിന്നും രേഖാമൂലം കോസ്റ്റ് ഗാർഡിന് വിവരം ലഭിക്കണം, നാവിക്ക് വിവരം ലഭിക്കണം. അതിനുശേഷമായിരിക്കും ഈ കപ്പൽ മംഗലാപുരത്തേക്കോ ബേപ്പൂരിലേക്കോ നീങ്ങുക. അനൗദ്യോഗികമായി എനിക്കറിയാൻ സാധിച്ചത് മംഗലാപുരത്തേക്ക് നീങ്ങുമെന്നാണ്. ഗൂഗിൾ, ശരി. ഏതായാലും അറബിക്കടലിൽ കേരള തീരത്തിനടുത്താണ് ഈ കപ്പൽ, ചരക്ക് കപ്പൽ പൊട്ടിത്തെറിയും തീപിടുത്തമുണ്ടായത്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. അവിടേക്ക് രക്ഷാദൗത്യത്തിനെത്തിയ തീ നിയന്ത്രണ വിധേയമാക്കാൻ കാണാതായ 4 ജീവനക്കാരെ രക്ഷപ്പെടുത്തുവാൻ ചെന്ന കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും ഹെലികോപ്റ്ററുകളിൽ നിന്ന് വാർത്തിയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനത്ത